പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ബിക്കോസ് നമ്മൾ സാധാരണയായിട്ടല്ല കളിക്കണേ. നമ്മൾ പറയാം അതിന് മുമ്പ് നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ചെയ്യട്ടെ. നമുക്കിപ്പം ലാസം ഷർട്ട് എടുക്കുക. ഇതിപ്പോൾ ഏത് ഷർട്ട് എടുക്കും? അടിപൊളി ഗൈസ്. യൂണിഫോം ഇല്ല. നമ്മളൊരു ജോലിക്ക് പോകണം ഗൈസ്. നിങ്ങൾ ദേശത്തിൻ്റെ ജോലിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ താരിട്ടത്തെ ഗൈസ് താരിട്ടെത്തും. അപ്പം നമ്മൾ ശമ്പുച്ചേട്ടോട് പറയാൻ വേണ്ടി ശമ്പുച്ചേട്ടൻ എങ്ങനെ ഇരിക്കണം? എനിക്കെന്തിരിക്കണമെന്ന് ഞാൻ എന്നോട് ശത്രുവായ ഞാൻ കയറിത്തല്ലു, എന്നോട് മിത്രമായ ഞാൻ മൂത്രം പോലും കൊടുക്കില്ല. അതിനിപ്പം പറഞ്ഞ് ആർക്കറിയാം. അപ്പോൾ ഗൈസ് നമ്മുടെ ജോബ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വണ്ടി കണ്ടപ്പോൾ മനസ്സിലാക്കണമല്ലോ. വണ്ടി കണ്ടില്ലെങ്കിൽ വി ആർ നൗ ഓൺവേർഡ്സ് എ പോലീസ് ഗൈസ്. യെസ് ഗൈസ്, 2 ദിവസം വീഡിയോ ഇടായിരുന്നു. നമ്മൾ പോലീസ് സ്റ്റേഷന് പോയിരിക്കുമായിരുന്നു. യെസ് ഗൈസ്, നമുക്ക് പോലീസ് ആയിരിക്കുന്നു. വ്യത്യാസം ഗൈസ്, നമ്മൾ പോലീസ് ആയിരിക്കും. നമ്മുടെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പോലീസ് ആകണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ എടുത്ത് പോയിരിക്കണം. ഈ വണ്ടി ഇടയ്ക്ക് വെച്ച് ഗ്ലിച്ചടിച്ച് പോയി ഗൈസ്. ടൈറ്റസ് മോഡിഫിക്കേഷൻ ചെയ്ത് ഇവിടെ കയറി ചുമ്മാ പൈസയും കളയാൻ വേണ്ടി. വണ്ടിയൊന്നും മര്യാദ കൂടുകയാണെങ്കിൽ ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു ഗൈസ്. ഗൈസ് കണ്ട ഗൈസ്, ഓ മോനെ ആദ്യമായിട്ടൊരു കറക്റ്റ് ഡ്രസ്റ്റ് അടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. 30 സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ്. അമ്മേ ഈ വണ്ടിക്ക് ബ്രേക്കില്ല ഗൈസ്. വെറുതെ അല്ല, നമുക്ക് കറക്റ്റ് പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യുക. ഇന്ത്യൻ പോലീസ്. അയ്യോ ഇടിച്ചില്ല മതി. അങ്ങനെച്ചില്ല. ഞാൻ എവിടെയുള്ള ഇതാർക്കല്ലേ ഡിസ്ലൈക്ക് കൊടുത്താൽ പോരായിരുന്നു. അല്ല സാർ, അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലടിയാണ്. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടോ? ഉണ്ട് സാറേ. അത് പിന്നെ ഇതില്ല, യൂണിഫോം കിട്ടിയില്ല. ഓ ശരി, നീ ഒന്ന് ഡ്യൂട്ടി പോ. ഇനി നിനക്ക് ഉള്ള ഡ്യൂട്ടി എന്ന് വെച്ചാൽ മറ്റേ എന്താ ഗ്രീനും റെഡും ഇല്ലേ? ഗ്രീനും റെഡും സോറി, ബ്ലാക്കും വൈറ്റും. അവർ രണ്ടുപേരെയും പിന്നെ ആ തൊപ്പി വെച്ചവരെയും പേടിക്കണം. അവർ രണ്ടുപേരും എടാ 2 ആണുങ്ങളെ പിടിച്ചാൽ മതി. ഓക്കെ സാർ, ഞാൻ പോട്ടെ. യെസ്. അല്ലങ്ങനെ എന്താ സാർ എന്തിനാണോ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തല്ലേ സാർ? അത് വണ്ടി ഗ്ലിച്ചടിച്ചു പോയി. വണ്ടി വരുന്ന ഒരു കത്തിപ്പോയി. സാറല്ല, ബ്ലാക്ക് കളർ അടിച്ച് നിന്റെ ഭാഗ്യം. ബൂസ്റ്റ് വെച്ചിട്ടുണ്ടോ? അതെ സാർ, വെച്ചിട്ടുണ്ട്. ഓക്കെ പൊക്കോ. എൻ്റെ പേര് പെറ്റിടിച്ചോ? വേണ്ട. സാറ് പറഞ്ഞു നമ്മുടെ പേര് പെറ്റിടിച്ച് വെച്ചിരുന്നു. ഇതൊക്കെ പോലീസ് എന്ത് ഉണ്ടാക്കിയാലും പോലീസിൻ്റെ പേരിൽ തന്നെ പോലീസ് പെറ്റിടിച്ച് വെക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഗൈസ് തൊപ്പി ഗാങ്. എന്താണോ തൊപ്പി ഗാങ്? ഓ മോനെ കറക്റ്റ് അവിടെ നിന്ന്. ഓ മാസ്. ഏറ്റവും ആരെങ്കിലും പിടിച്ച് ടാസി ഗൈസ്. ഇവന് നമുക്ക് ഇടിക്കണം ഗൈസ്. ഇവരുടെ ടീമുണ്ട് കണ്ടോ. ഇവർ ഒറ്റൊരുത്തനായിട്ടേ കിട്ടിയുള്ളൂ. ഇവരുടെ ടീമിൽ നമുക്ക് പോകാം ഗൈസ്. ഇവരുടെ ടീം എവിടെയാണെന്നൊക്കെ അറിയണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വലിയ ഗുണ്ടായിരുന്നു ഗൈസ്. ഡാ വണ്ടി നിറക്കടാ. നല്ല സൈക്കിളൊന്നും ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല. പെറ്റി 2 എണ്ണം ഗുണ്ടകൾക്ക് മാത്രമേ ഇതിനോട് കയറാം. സൈക്കിൾ ഓടിക്കാനുള്ള അനുമതി തന്നെ. ഇറങ്ങിപ്പോടാ ഗൈസ്. നമുക്കിനി അവനൊക്കെ ഇടിക്കാം ഗൈസ്. അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ അവൻ ആരാണെന്ന്. ഓ സോറി, അവൻ നല്ലവരാ. സൈക്കിൾ ഓടിക്കുന്നവർ നല്ലതാ. അത് മറന്ന് അവർ സൈക്കിൾ ഓടിക്കത്തില്ല. അവർ വണ്ടിയൊക്കെ മോഷിച്ച് ഓടിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ എന്ത് ചെയ്യാൻ? അവരെ ചുമ്മാ തെറ്റിയിരിച്ചു. സാരമില്ല, പോട്ടെ, നമുക്ക് ക്ഷമിച്ചു വിടാം. അവർ നമ്മളോട് ക്ഷമിച്ചോളൂ എന്ത് നമ്മൾ കരുതുന്നു. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തി ഗൈസ്. അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഇവന്മാരെ കയറി ഇടിക്കാം. എന്താ നമുക്ക് ഇവന്മാരെ മാസം ഇടിച്ചു പോലും. ഇവന്മാരെ ഇടിച്ച് ബോധം കെടുത്താം. ഒരുത്തനെ ബോധം കെടുത്തി ഗൈസ്. ഇവന്മാരെ ഹെലികോപ്റ്റർ തന്നെ ഓടിച്ച് കൊണ്ടുപോയിക്കോളും. ഇത് ഇടികൊള്ളിഞ്ഞില്ല. അയ്യോ ഇടിമാറിപ്പി. ഇവന്മാർ ഗ്യാങ് ഇട്ടിരിക്കും. എടാ നിങ്ങൾക്കൊക്കെ ഗ്യാങ്ങുമായിട്ട് ആക്രമിക്കാൻ നാണമില്ലടാ. എൻ്റെ ഈ മസിലാടാ, മസില് കണ്ടടാ, നോക്കടാ. ഇതാടാ. ഓഫ് ബ്രോ, യു നീഡ് ടു ഫൈറ്റ് വിത്ത് മീ ഗൈസ്. ഇതെന്താ ഗ്ലിച്ചടിച്ച് കളിക്കുന്നത് ഗൈസ്. നമ്മൾ റോബ്ലോക്സ് കളിക്കാന്നൊക്കെ കരുതിയാണ്. പക്ഷേ എന്താ റോബ്ലോക്സ് കളിക്കാൻ പറ്റിയില്ല. അതൊക്കെ ഇതെനിക്ക് പറ്റി. നമ്മൾ കളിച്ച വീഡിയോ ഇട്ടാണ്. പക്ഷേ അതൊരുപാട് നേരം കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ല. യൂട്യൂബിന് പോലീസ് അനുസരിച്ച് നമുക്ക് കുറച്ച് കൂടി ഇടാൻ പറ്റത്തുള്ളൂ. 90 or 20 ഒന്നും ഇടാൻ പറ്റത്തില്ല. അയ്യോ ഗ്ലിച്ചടിച്ച് ഇറങ്ങില്ലേ? എന്താ പിന്നെ ഇതെന്ത് ഗെയിം? അതെ എനിക്കുമാർ ഇടിച്ചു തോൽപ്പിക്കണ്ടെന്ന് വെച്ചാൽ ഭയങ്കര മച്ചമ്പി അങ്ങനെ ഉണ്ടായിരുന്നു. ട്യൂമാരുടെ ദേഹത്തൊക്കെ ഇവന്മാരെയൊക്കെ വെടിയിച്ചു കൊല്ല ഗൈസ്. ഈ മച്ചമ്പിമാരെയൊക്കെ വെടിയിച്ചു കൊല്ലാൻ നല്ല സുഖ ഗൈസ്. അപ്പം നമുക്ക് മിച്ചവശമുള്ളവരെ മാത്രമേ ജീവനോട് വെക്കാൻ പാടുള്ളൂ. അല്ലാത്തവരെ ഗൈസ്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകും. അടുത്ത സ്ഥലം ഗ്ലിച്ചടിക്കുന്നത് ഗൈസ്. അപ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് പോയിട്ട് വരാം. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവന്മാരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഇവിടെയാണ് ഗൈസ്.
ഇവന്മാർ രണ്ടായിട്ട് എൻ്റെ ഒന്ന് ഇവന്മാർ വെടിവെച്ചെന്ന് പറഞ്ഞു ഗൈസ്. നമുക്ക് ഷൂട്ടിംഗ് ഓർഡർ ഉണ്ട്, ബട്ട് നമുക്ക് അമ്മമാർ കൊല്ലേണ്ട ആവശ്യമില്ല. നേരത്തെയൊക്കെ നമ്മൾ മൈക്ക് വെടിയൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഈ മൈക്ക് മിസൈൽ സ്മോക്ക് ഗ്യാസ് നിറച്ച് വെച്ചിട്ടാണ് മിസൈലൊക്കെ കിട്ടുക. അതുകൊണ്ടാണ് അവന്മാർ ബോധം കിട്ടുപോയത്. ബട്ട് അവന്മാർ പോലീസ് സ്റ്റേഷനുണ്ട്, നമ്മൾ കാണിച്ചു തരാം. അവന്മാർ അടിച്ചങ്ങ് കൊല്ലുക. ഇവന്മാരൊക്കെ ബോധം കെടുത്തണം ഗൈസ്. ഇവന്മാരൊന്നും ചാകത്തില്ല അങ്ങനെയൊന്നും. അങ്ങനെ അവന്മാരുടെ ശക്തി എന്ന് വെച്ചാൽ മിലിറ്ററി ബേസ് വരെ പോയിട്ട് മിലിറ്ററിക്കാരുടെ മുമ്പിൽ വെച്ച് മിലിറ്ററിക്കാരെ അടിച്ച് മാറ്റുന്ന സാധനമാണ്. കള്ളന്മാരുടെ മുമ്പിൽ വെച്ച് കള്ളന്മാരെ അടിച്ച് മാറ്റുന്നതൊക്കെ വെച്ചാൽ കേൾക്കാം. പക്ഷെ ഇത് മിലിറ്ററിക്കാരുടെ മുമ്പിൽ പോലും മിലിറ്ററിക്കാർക്ക് പോലും ഇവരുടെ മുമ്പിൽ ഒരു വിലയില്ല. മിലിറ്ററിക്കാളെക്കാളും എത്ര ഇതാണെന്നറിയാമോ? ബട്ട് നമ്മൾ ഇവന്മാരെ പിടിക്കും ഗൈസ്. ബിക്കോസ് വി ആർ ഹാസ് എ ഗോഡ് ശംഭുണ്ണൻ. കറങ്ങടി ഇതിനൊക്കെ എന്താ അവൻ ആറാണെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് ഇവന്മാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ പിടിച്ച ക്രിസ്മസ്. ആ കൈ ഇതെന്തോ ഗ്ലിച്ചടിച്ചു ഗൈസ്. ഈ ഫോൺ കണ്ടോ ഇവിടെ രണ്ടെണ്ണം, അവിടെ ഒരാൾ ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്. ഇവിടെ രണ്ടുപേര്. ഇതെന്തെല്ലാം തലയും കയറി നിൽക്കണേ. തലയമ്മേ ജെയിംസ് ഉണ്ടായിപ്പോയി. ഗൈസ് അപ്പോൾ ഇവന്മാരൊക്കെ നമ്മളോട് ഭയങ്കര ദേഷ്യമാണ്. അത്രയും വിശ്വസിച്ചിരുന്ന നമ്മളാണ് ഈ പരിപാടി കാണിച്ചത്. യെസ് ഗൈസ് രക്ഷിക്കണമെന്നുണ്ട്, ബട്ട് നമ്മൾ പോലീസ് ഇപ്പോൾ ഗൈസ് എന്ത് ചെയ്യാനാ സാറേ? ആ ലാസ്റ്റ് റിസൺ ആർക്ക് വേണ്ടിയാ? അത് മെയിൻ ക്രിമിനലിന് വേണ്ടിയാണ്. അതുപോലെ ഞാൻ തിരിച്ചുകൊണ്ടിരാം. നീ വീട്ടിൽ പോകാം. ഓക്കെ സാർ. അപ്പോൾ ഗൈസ് നമുക്ക് വീട്ടിൽ പോകാം ഗൈസ്. അപ്പം വീട്ടിൽ പോകുന്നിടം വരെ അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയല്ല ഇത്, നമ്മുടെ വണ്ടി പെറ്റി അടിച്ച് വെച്ചിരിക്കുമായിരുന്നു. അതിന് വേണ്ടി ആണ് പഠിച്ച് ഇതൊക്കെ നമ്മൾ പെറ്റിയൊക്കെ അടച്ചു. നമുക്ക് ശമ്പൂറിനോട് കാര്യമൊക്കെ പറയാം. നിങ്ങൾ വന്നപ്പോൾ കണ്ടെന്നൊക്കെ വെച്ചാൽ അത് ഡൂക്കാണ് ഗൈസ്. അത് എൻ്റെ ബൈക്കല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. അത് എന്നെ കാണാൻ സാധ്യതയില്ല, നമ്മൾ കണ്ടില്ലായിരുന്നു. അവനെ ഞാൻ കണ്ടില്ലായിരുന്നു, നിങ്ങളും കണ്ടില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോഴത്തേക്കും ശമ്പുച്ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ മറ്റേ നമ്മൾ അറസ്റ്റ് ചെയ്തവരൊക്കെ പ്രിസണിൽ കൊണ്ടിട്ടു. ശമ്പുച്ചേട്ടാ നമ്മൾ വീട്ടിൽ വന്നേ, നമ്മൾക്ക് വണ്ടി തിരിച്ച് കിട്ടിയേ. അയ്യോ എൻ്റെ വണ്ടി കേസ് കണ്ടോ. നമ്മൾ ആ കാറുകളെല്ലാം അടിച്ചു മാറ്റി. ഈ കാറുകളെല്ലാം ഈ ഗോൾഡൻ താറും ഗോൾഡൻ മറ്റേ അതിൻ്റെ പേരെന്തായിരുന്നു നിസാനും അടിച്ചു മാറ്റിയ ഇത് വേണമെങ്കിൽ നിങ്ങളെനിക്ക് 30 സബ്സ്ക്രൈബ് താ ഗൈസ്. അപ്പം ഞാൻ ഇടാം. ശമ്പുച്ചേട്ടാ ഇവിടെ ഇരിക്കണല്ലേ? ഇവിടെ ഇല്ലേ? ഓ അടുക്കള പണിയാണ് ചേട്ടോയ്. നമ്മുടെ ചേട്ടായി ഇവിടെ എന്ത് ചെയ്യേ? ചേട്ടായി അതെന്ന് പറയാം. ശമ്പുച്ചേട്ടൻ നമ്മുടെ ചേട്ടയാണ്. അത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടായി ജിമ്മിലാണോ? അതെ ജിമ്മല്ല, ഗെയിമിംഗ് റൂമിലാണ്. ചേട്ടായി ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിലാണോ? എൻ്റെ അമ്മ അത് ഹെലികോപ്റ്ററിൻ്റെ അവിടെയാണ്. എൻ്റെ അമ്മ ചാടി നോക്കി. ചേട്ടായി എവിടെയാണ് ചേട്ടായി? ഇതിൻ്റെ അപ്പൊന്നും കാണത്തില്ല ഗൈസ്. നമ്മൾ നോക്കിയില്ലേ? ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ ഇരിക്കണോ? അല്ല ചേട്ടായി ഗൈസ് നമ്മുടെ ചേട്ടനെ കാണാനില്ല. ഇത് ഇങ്ങോട്ട് ചാടി കയറി. ശംഭു ചേട്ടനെ കാണാനില്ല ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ് ഇത് ഇവിടെ പോയി. ശംഭു ചേട്ടായി ഇങ്ങോട്ട് കയറി മണ്ടയിരിക്കൊണ്ടിരിക്കും ചേട്ടൻ്റെ ഓരോ കാര്യങ്ങളെ ഗൈസ്. ഈ ചേട്ടായിനെ കൊണ്ട് നമ്മൾ തോറ്റു ഗൈസ്. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കിയാലോ ഗൈസ്? പോലീസ് നമ്മുടെ ചേട്ടനെ അറസ്റ്റ് ചെയ്തോ? എൻ്റെ അമ്മ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാം. ഈ അറസ്റ്റ് ചെയ്യാനൊന്നും സാധ്യതയില്ല, നമ്മുടെ ചേട്ടനല്ലേ. പിന്നെ പോലീസ് ഒരിക്കലും പോലീസിൻ്റെ ചേട്ടനെ ചതിക്കത്തില്ല. പോലും നമ്മൾ എൻ്റെ അകത്ത് പോലീസിനോട് ഫൈറ്റ് ചെയ്യുമല്ലേ? അത് കാര്യമാണ് ഗൈസ്. പക്ഷേ ഈ തവണ ചേട്ടായി എന്ത് ചെയ്യാം? കാണാനില്ല. നമുക്ക് പോയി നോക്കാം ഗൈസ്. നമുക്ക് വണ്ടി കത്തിച്ചെടുക്കാം. കേട്ടോ മാറാം. എൻ്റെ ചേട്ടനെ കാണാനില്ല. അപ്പം നീക്ക് ജീപ്പും ട്രാക്ടറും ഒക്കെ അവരുടെ വഴി കൂടെ ഓടിക്കണേ. തന്നെ ആരെങ്കിലും വണ്ടി ഇവിടെ കൂടെ ഓടിക്കോ? റോട്ടിൽ കൂടെ ആരെങ്കിലും വണ്ടി ഈ സമയത്ത് റോട്ടിൽ കൂടെ ഓടിക്കോ? ഗൈസ് അപ്പം നമ്മളിവിടെ എത്തി ഗൈസ്. അപ്പം നമുക്ക് നോക്കാം ഗൈസ്. അല്ലല്ല എവിടെ കൊച്ചാറ് ഇതാര്? ചേട്ടായി ഇവിടെ എന്താ? സാറിന് അബദ്ധം പറ്റിയായിരിക്കും ചേട്ടായി. സാറേ എൻ്റെ ചേട്ടായിനെ എന്തിനാ പിടിച്ചിട്ട്? എന്തൊക്കെ ഉണ്ട് കാര്യം? എന്താ സാറേ? എന്തോ സാറേ എൻ്റെ ചേട്ടായി? അവിടെ എൻ്റെ ചേട്ടായി വേണ്ട ക്രിമിനലാ. എൻ്റെ ചേട്ടായോ? ഇപ്പം എന്ത് സാറേ ഒന്ന് വിടാൻ പറ്റുമോ? ഇല്ല പോടാ. എൻ്റെ ചേട്ടൻ എനിക്ക് വേണം. എനിക്ക് പോലീസ് ജോലി ഇല്ലെങ്കിൽ സാറില്ല. എനിക്ക് എൻ്റെ ചേട്ടയാണ് വലുത്. അവന്മാരൊക്കെ ജില്ലായിട്ടിരിക്കുന്നു മോനെ. ശരിയാണ്, നമ്മൾ പോലീസാണ്. ചേട്ടാ നീ ചേട്ടാ ചേട്ടായി നമുക്ക് അറിഞ്ഞു ഓടാം. ഇവനെ ഒന്നും നോക്കണ്ടായി. നമുക്ക്
സെൻട്രൽ കൊണ്ടുവന്ന മനസ്സിലുള്ള ഇത് ഗൈസ് നമുക്കൊരു ചെയ്യുന്നില്ല ഗൈസ്. ഇവനൊക്കെ അവൻ്റെ അല്ല ഇവൻ്റെ മറ്റുള്ള പോലീസുകാരെ പോലും നമ്മുടെ ശംഭുചേട്ടൻ്റെ കണ്ടുള്ള. അതുകൊണ്ടാണ് അവന്മാരൊന്നും അനങ്ങാത്തത്. ഈ ചേട്ടൻ എന്തി ചേട്ടായി ശംഭുചേട്ടേ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഇടിച്ചു കയറ്റാം ഗൈസ്. എൻ്റെ ചേട്ടനെ പിടിച്ച് അറസ്റ്റ് കിട്ടുമല്ലേ ഭാഗം ഞാൻ എൻ്റെ ചേട്ടൻ എന്തി ചേട്ടൻ ഇങ്ങോട്ട് അറിയും. പോലീസൊന്നും മൈൻഡ് ചെയ്യണ്ട ഗൈസ്. നമ്മുടെ ജോലിയൊന്നും പോകത്തില്ല. ശംഭുചേട്ടയില്ലേ ചേട്ടയുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ പറക്കണേ? ചേട്ടായി ഉണ്ടെങ്കിൽ പോലീസല്ല എന്നെ മിലിറ്ററി വരെ കയറ്റാനുള്ള കാര്യമുണ്ട്. എന്തിനേറെ നാളെ ഇലക്ഷനിൽ നിന്നാൽ എന്നെ കയറ്റത്തുള്ളൂ. കാരണം ചേട്ടായിക്ക് അറിയാവുന്ന ഗുണ്ടേൻ്റെ അത്രയും ലിസ്റ്റ് നമ്മുടെ മനുഷ്യർക്ക് പോലും ഇല്ല. അത്രയ്ക്ക് ഇതുണ്ട് കേരളത്തിലല്ല തമിഴ്നാട് കൊച്ചി അത് കേരളത്തിലല്ലേ തമിഴ്നാട് ചെന്നൈ എന്തിനേറെ USA വരെ എൻ്റെ ചേട്ടൻ്റെ കൂടിയാ. ഇത് എല്ലായിടത്തും ഉണ്ട് ചേട്ടൻ്റെ ഫോട്ടോ. വാണ്ടഡ് ക്രിമിനൽ ഗീവ് ഹിം 5,000 rupees. ആദ്യമായിട്ടല്ല ഗൈസ് ഒരു വീഡിയോക്ക് അത് ഫൈറ്റ് ഇല്ലാത്ത. അയ്യോ ഗൈസ് പണി പാള് ഗൈസ്. അയ്യോടാ ഞാനിത് തല്ലി പൊട്ടിച്ചു. സാല പോ എൻ്റെ 3 മിസ്സായി വിട്ടത് ഊരിക്കളെ. അത് ചതിയായി പോയല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണണേ. ടാറ്റ ബൈ ബൈ. എല്ലാവരും 30 സബ്സ്ക്രൈബേഴ്സും തരൂ, 30 ലൈക്കും തരൂ. നിങ്ങൾ എല്ലാ 20 സബ്സ്ക്രൈബർ വരെ അടിച്ചതിന് കട്ട സപ്പോർട്ടിന് നന്ദി.